ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ എക്സാംസ് ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി നമ്മൾ മുൻപോട്ടേക്കുള്ള എക്സാം മാത്സിന്റെ എക്സാം ആണ്. സോ അതെല്ലാവർക്കും ഒരു ടെൻഷനുള്ള എക്സാം തന്നെയായിരിക്കും. അപ്പൊ ടെൻഷനുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ കുറച്ച് മുന്നേ പഠിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ എന്തായിരിക്കും എക്സാമിലേക്ക് സിമ്പിൾ ആയിട്ട് മാറുകയും ചെയ്യും. സോ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ മാത്രമായിരിക്കും ഇനി ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ തന്നെ മക്കൾ കാണുക കേട്ടോ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കണക്കിലെ ചുരുക്കെഴുത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. സോ നിങ്ങൾക്ക് ബോർഡിൽ ഇപ്പം മക്കൾക്ക് എല്ലാവർക്കും ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ എൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിലും ആരും എന്ത് ചെയ്യണ്ട, സങ്കടപ്പെടണ്ട. എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ലാംഗ്വേജ് ഓഫ് ഓൾജിബ്ര. താഴെ കൊടുത്തിരിക്കുന്ന ആളുകളെ അല്ലെ, താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളെ നമ്മളൊന്ന് ചുരുക്കി എഴുതണം. ആര് വെച്ചിട്ട്? ബീജഗണിത രൂപം. അതാണ് ഓൾജിബ്ര എന്ന് വെച്ചാൽ എക്സും വൈയും സെറ്റും നമ്മളുടെ വേരിയബിൾസ് വെച്ച് നമ്മൾ ചുരുക്കി എഴുതണം. നോക്കാം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? 0 ആഡഡ് ടു എനി നമ്പർ ഗിവ്സ് ദ സെയിം നമ്പർ എന്നാണ് പറയുന്നത്. ഏത് സംഖ്യയോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതോ ഒരു നമ്പർ എനിക്ക് അറിയില്ല അല്ലെ, എനിക്ക് അറിയാത്ത സംഖ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെടുക്കാം, എക്സ് ആയിട്ടോ വൈ ആയിട്ടോ ഒക്കെ എടുക്കാം. സോ എക്സിനോട് 0 കൂട്ടിയാൽ എക്സ് തന്നെ കിട്ടും. കണ്ടോ, സിമ്പിൾ ആയിട്ട് ഞാൻ അതിനെ ചുരുക്കി എഴുതി. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സെന്റൻസ് എന്താ? ട്വൈസ് എ നമ്പർ സബ്സ്ട്രാക്റ്റഡ് ടു ത്രൈസ് ദ നമ്പർ ഗിവ്സ് ദ നമ്പർ. എന്താടാ പറഞ്ഞത്? ഏത് സംഖ്യയുടെയും 3 മടങ്ങിൽ നിന്നും 2 മടങ്ങ് കുറച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അതേ സംഖ്യ തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 3 മടങ്ങ്, ഒരു സംഖ്യയുടെ 3 മടങ്ങ്. ഓക്കെ, ഇതിന്റെ ഉത്തരമാണ് ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരം ഞാൻ ഇവിടെ എഴുതട്ടെ. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസിന്റെ ഉത്തരമാണ് താഴോട്ട് എഴുതുന്നത്. നോക്കടാ, ഒരു സംഖ്യയുടെ 3 മടങ്ങ്. ഇപ്പൊ എക്സിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x ആണ്. സോ 3xനോട് അതിന്റെ 2 മടങ്ങ്, ആ എക്സിന്റെ തന്നെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x. 3xനോട് 2x കുറച്ചാൽ എത്ര കിട്ടും? 3xൽ നിന്ന് 2x കുറച്ചാൽ ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? 1x. 1x എന്ന് പറഞ്ഞാൽ x തന്നെ. അതാണ് ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് അതിന്റെ 2 മടങ്ങ് കുറച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടും, എക്സ് തന്നെ കിട്ടും. സിമ്പിൾ ആയില്ലേ? ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ. ഏത് സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടിയ സംഖ്യ കുറച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടും. ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെന്റൻസ് ആണ്. അപ്പൊ എന്റെ മക്കളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ അതിന്റെ ഉത്തരം ഇവിടെ എഴുതുന്നുണ്ടേ. ഓക്കെ, എ നമ്പർ ആഡഡ് ടു എ നമ്പർ. അപ്പം നമുക്ക് 2 നമ്പർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എക്സും ഉണ്ട്, അതുപോലെ വൈയും ഉണ്ട്. 2 നമ്പേഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എക്സിനോട് വൈ ആഡ് ചെയ്തു. എ നമ്പർ ആഡഡ് ടു എ നമ്പർ. ഓക്കെ, ആൻഡ് ദെൻ ദ ആഡഡ് നമ്പർ സബ്സ്ട്രാക്റ്റഡ്. ആഡഡ് നമ്പർ ആരാണ് ഇവിടെ? ആഡഡ് നമ്പർ എന്ന് പറഞ്ഞാൽ വൈ ആണ്. സോ വൈ തന്നെ ഞാൻ എന്ത് ചെയ്തു? കുറച്ച് കളഞ്ഞു. ഇതിൽ നിന്ന് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? യെസ്, ആദ്യം ഞാൻ എടുത്തത് ഒറിജിനൽ നമ്പർ എനിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒറിജിനൽ നമ്പർ ആരാ? എക്സ് അല്ലേ, അവനെ തന്നെ കിട്ടും. സോ ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? ആ സെന്റൻസിനെ മാറ്റി എഴുതി. നിങ്ങൾക്കിത് വേറെ ഏതൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്താലും കിട്ടും. ഇപ്പം 4നോട് 2 കൂട്ടി 2 കുറച്ചാൽ എനിക്ക് 4 തന്നെയല്ലേ കിട്ടുക? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എക്സിനോട് വൈ കൂട്ടി, ആ കൂട്ടിയ സംഖ്യ തന്നെ ഞാൻ കുറച്ചാൽ എനിക്ക് എക്സ് ആണ് അവിടെ ബാക്കി ഉണ്ടായിരിക്കുക. സോ കഴിഞ്ഞില്ല. ഇത് നിങ്ങളെ എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ആ സെന്റൻസ് വൈസ് ചെയ്തിട്ട് അതിനെ ചുരുക്കി എഴുതാൻ നിങ്ങളോട് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് യൂസിങ് സിംപ്ലസ്റ്റ് മെത്തേഡ്. താഴെ തന്നിരിക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക. ദേ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ എ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും, ബി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ എ ക്വസ്റ്റ്യൻ എന്താണെടാ? 3 1/2 + 5 3/4 - 2 1/4 എന്നാണ് പറയുന്നത്. സോ ഇത് നിങ്ങൾ നല്ലോണം നോക്കിയാലും മനസ്സിലാവും. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. സോ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഇയാളെയാണ്, ഒന്നാമത്തെ ആളെ. 3 1/2 + 5 3/4 + 5 3/4 - 2 1/4 ആണ് പറഞ്ഞത്. -2 1/4. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. ഇല്ലേ, മാറ്റി എഴുതാം. ഇത് x + y - z എന്നുള്ള രീതിയിലാണ്. സോ അതിനെ എനിക്ക് x + y - z ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ കളർ ചെയ്ത് 2 ആളെ മൈനസ് ചെയ്തിട്ട് ആദ്യത്തെ ഈ നമ്പർ ആഡ് ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും. നോക്കാം, ഞാൻ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാണ് കേട്ടോ. മിക്സ്ഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് വരുവാടാ? 2 × 3 6 6 + 1 = 7. സോ 7/2 എന്ന് മാറിയത്. അടുത്തത് എന്താണ്? 5 4 20 3 23/4.
അടുത്തതോ 4 2 8 1 9 9/4 എന്നായി അടുത്ത നമ്പർ. സോ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2 രീതി ചെയ്താലും സെയിം ആൻസർ ആണ്. സോ ഞാൻ ആദ്യം 23/4 - 9/4 ചെയ്തു. കാരണം എന്താ, ഇവിടെ ബൈ 4 ഡിനോമിനേറ്ററിന്റെ നമ്പർ കോമൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, നേരിട്ട് ന്യൂമറേറ്റർ മൈനസ് ചെയ്താൽ മതി. സോ 23 നിന്ന് നിങ്ങൾക്ക് 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുവാടാ? യെസ്, 14 കിട്ടിയിട്ടുണ്ടാവും. 14 അപ്പൊ 14/4 എന്ന് കിട്ടിയിട്ടുണ്ടാവും. നോക്കടാ, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നേരിട്ട് ആഡ് ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റാം. അപ്പൊ നോക്കട്ടെ, ഇവിടെ ഞാൻ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഈ രണ്ടിനെ 4 ആക്കി മാറ്റാൻ ഞാൻ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ താഴെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലും ഞാൻ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് വരുവാടാ നമുക്ക്? 7 × 2 എന്ന് പറഞ്ഞാൽ 14. 14/4 പ്ലസ് 14/4 എന്ന് വരും. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നേരിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര വന്നു? 28/4 എന്ന് വന്നു. 28 4 അല്ലെ, 28/4 എന്ന് പറഞ്ഞാൽ 28-ല് 4 എത്ര തവണ പോകും? 7 തവണ പോകും. 7 തവണ പോകും. അപ്പൊ ആദ്യത്തെ തന്നെ ആൻസർ കിട്ടി. സോ ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ പറയാ. സോ എന്റെ മക്കളെ എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.